ഈ കഥ കേൾക്കുകയാണ് ഇവർ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നത് അതിൽ നിന്ന് ധ്വനിച്ചല്ലോ. ആർക്ക്? പാഞ്ചാല രാജാവിന്. അർജുനൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ അരക്കില്ലത്തിൽപ്പെട്ട് അർജുനൻ വെന്തു പോകാതിരുന്നുവെങ്കിൽ അർജുനന് പാഞ്ചാലിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ, വധൂകരിച്ചു കൊടുക്കാൻ പാഞ്ചാലന് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള വസ്തുത പാണ്ഡവന്മാരുടെ ഹൃദയത്തിലേക്ക് വീണു. കുന്തി അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ വിവാഹ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ബ്രാഹ്മണർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് ആണ് ഇവരെ ആനയിച്ചു കൊണ്ടുപോയി ഇരുത്തിയത്. അതിഥികളെ ആനയിച്ചു കൊണ്ടുപോവാണ് രാജദൂതന്മാർ. ബ്രാഹ്മണർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ ഇരുത്തി. അപ്പോൾ നേരെ വിപരീത ദശയിൽ ഇരിക്കുന്നു കർണൻ, ദുര്യോധനൻ, ശകുനിയും വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഏനക്കേടുണ്ടാക്കണമെങ്കിൽ അദ്ദേഹം വേണമല്ലോ, അദ്ദേഹവും വന്നിട്ടുണ്ട്. ദുശാസനനുമുണ്ട്. അവർ ബാക്കി 100 സഹോദരന്മാരും വന്നിട്ടുണ്ട്. അവിടെ വേറൊരു ദിശയിലേക്ക് വ്യാസൻ അദ്ദേഹത്തിൻ്റെ ക്യാമറ തിരിക്കും. അപ്പോൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നു യാദവന്മാർ, കാണാൻ വന്നിരിക്കുകയാണ്. അവർക്കിതിൽ പങ്കെടുക്കാൻ പാടില്ല. പങ്കെടുക്കാം. ഇപ്പോൾ കൃഷ്ണന് വിവാഹം കഴിയുക, കൃഷ്ണൻ പോയി വിവാഹം കഴിക്കില്ല. ഈ വരുത്തി കൊത്തിക്കുക എന്നുള്ള ഏർപ്പാടാണ് അദ്ദേഹത്തിന്. പാമ്പിനെ വരുത്തി, പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുകയും പാമ്പിനെ വരുത്തി വേറെ ആളെ കടിപ്പിക്കുകയും ചെയ്യുന്നതാണ് വരുത്തി കൊത്തിക്കൽ. സ്ത്രീകൾ അദ്ദേഹത്തെ അന്വേഷിച്ചെന്നല്ലാണ്, അദ്ദേഹത്തെ സ്ത്രീകൾ അന്വേഷിച്ചു പോകില്ല. അപ്പോൾ അതുകൊണ്ട് പാഞ്ചാലി സ്വയംവരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പക്ഷേ കാഴ്ചക്കാരനായിട്ട് വന്നിട്ടുണ്ട്. ബലരാമനും വന്നിട്ടുണ്ട്. യാദവന്മാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. യുദ്ധവരുണ്ട്, സാത്വികയുണ്ട്. ക്ഷത്രിയർക്കേ പങ്കെടുക്കാവുള്ളൂ. ആർക്കും പങ്കെടുക്കാം. ആർക്കും, ശൂദ്രനും പങ്കെടുക്കാം, ചണ്ടാലിനും പങ്കെടുക്കാം. അതിനൊന്നും ഒരു നിരോധവുമില്ല. അവരെല്ലാം വളരെ മാന്യമായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ ഈ ഇത്തരം വകഭേദങ്ങളൊന്നുമില്ല. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന, ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്നവർ, സെക്കൻഡ് ക്ലാസ്സിലിരിക്കുന്നവർ, തേർഡ് ക്ലാസ്സിലിരിക്കുന്നവർ ഉള്ളതൊന്നുമില്ല. ഉള്ള സൗകര്യത്തിന് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നു, ക്രമീകരിച്ചിട്ടുണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. അവിടെ വകഭേദങ്ങളൊന്നുമില്ല. അപ്പോൾ കൃഷ്ണൻ ബലരാമൻ്റെ ചെവിയിൽ ചിലത് സംസാരിക്കുന്നതായിട്ടാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി മഹാഭാരതം കഥയിലേക്ക് കൃഷ്ണൻ വരികയാണ്. വളരെ ശാന്തനും ജ്യേഷ്ഠനെ അനുസരിക്കുന്ന ഒരു അനുജനും എന്നുള്ള നിലയിലാണ് ഈ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ ശക്തിയുള്ള ഈ മഹാശക്തനെ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാസൻ. അപ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ധർമ്മപുത്രർ ഇരിക്കുന്നതും, ഭീമൻ ഇരിക്കുന്നതും, അർജുനൻ ഇരിക്കുന്നതും, നകുല സഹദേവന്മാരിരിക്കുന്നതും. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ആഹ്ലാദമായി. മരിച്ചുപോയില്ലല്ലോ. ഒരു ചെറിയ ഒരു മണ്ടത്തരമൊക്കെ ഉള്ള ആളാണ് ബലരാമനെ. അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് ആഹ്ലാദം കൊണ്ട് തുള്ളി ചാടാൻ പോകുമ്പോൾ പിടിച്ചവിടെ ഇരുത്തും. ഇതാണ് ഇത് രഹസ്യമാണ്. അവർ രഹസ്യമായിട്ട് വേഷം മാറി ബ്രാഹ്മണരുടെ വേഷത്തിൽ വന്നിരിക്കുക. മിണ്ടിക്കില്ല അദ്ദേഹത്തെ കൊണ്ട്. മറ്റ് അടുത്തിരിക്കുന്ന യാദവന്മാരോടും പറയുകയുമില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഓരോരുത്തർ ഇതിൻ്റെ സമയം ആയി എന്നറിയിക്കും. ഈ മത്സരത്തിൽ വീര്യശുൽക്കയായ രാജകുമാരിയുടെ വിവാഹത്തിനുള്ളിൽ പങ്കെടുക്കാനുള്ള മത്സരത്തിലേക്ക് ആളുകളെ, രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും ക്ഷണിച്ചു കൊള്ളുന്നു. പ്രായം അവിടെ ഒരു തടസ്സമല്ല. വൃദ്ധന്മാർക്കും പങ്കെടുക്കാം. ഈ ലക്ഷ്യം ഭേദിക്കണമെന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരായി വന്ന് ലക്ഷ്യം ഭേദിക്കാൻ വയ്യാതെ ഇങ്ങനെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതാപത്തോടുകൂടിയായിരിക്കും വരുന്നത്. വില്ലെടുത്ത് വെച്ച് ചിലർക്ക് വില്ല് പൊക്കാൻ പോലും സാധിക്കാതെ, ചിലർ വില്ല് ഒരു കണക്കിലെടുത്ത് പൊക്കും. ചിലർക്കത് കുലയേറ്റൻ അഴിച്ചു വെച്ചിരിക്കുകയാണ് വില്ല്. ഇത് തന്നെത്താൻ വളച്ച് അതിൻ്റെ മറ്റേ തുമ്പത്ത് കൊണ്ടുപോയി കെട്ടണം ചരട്. എന്ന് പറയുന്ന ചരടുണ്ടല്ലോ, നാദം. ആ നാദം കേൾപ്പിച്ചുകൊണ്ട് ആ ചരട് വലിച്ച് കെട്ടണം. ചിലരുടെ താടിക്കുമെന്നായിരിക്കും ഇതിൻ്റെ തുമ്പടിക്കുന്നത്. ഈ ചരട് കയ്യിൽ നിന്ന് വിട്ടുപോയെന്നാൽ ഈ വളഞ്ഞു പോയ സാധനം തിരിച്ചു വന്നൊരടിയുണ്ട്. അതിൻ്റെ റീകോയൽ വെലോസിറ്റിയോട് കൊണ്ടൊന്ന് അടിച്ചെന്നാൽ ഇവൻ തെറിച്ചു പോകും. ഇത് വളച്ചവൻ, വില്ല് വളച്ചവൻ. സീതയുടെ സ്വയംവരത്തിലും ഇങ്ങനെ പല ആളുകളും തെറിച്ചു പോയിട്ടുണ്ട്. പല ആളുകളുടെയും താടിക്കൊന്ന് വില്ല് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ റേഡിയേഷൻ നടത്തിയ മുഖം പോലെ ഇരിക്കും. പിന്നീട് ക്യാൻസർ വന്നിട്ട് റേഡിയേഷൻ നടത്തിയവരുടെ മുഖം പോലെ ഇരിക്കും പിന്നെ ഇവരുടെ മുഖം. അവരൊക്കെ അപ്പം തന്നെ ഒളിച്ച് രംഗം വിട്ടുകളയും, ലജ്ജ കൊണ്ടും. അങ്ങനെ ഓരോരുത്തരായി ദുര്യോധനൻ്റെ ഊഴം വന്നു.
ദുര്യോധനൻ ചെന്നു, കുലയ്ക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിനുമില്ല. വലിയ അമർഷത്തോടുകൂടി അടുത്ത് കിടന്ന സാധനങ്ങളൊക്കെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് അദ്ദേഹം ഒന്ന് സ്വസ്ഥാനത്തിരുന്നു. അപ്പോഴാണ് കർണൻ എഴുന്നേറ്റപ്പോൾ എല്ലാവരും കൈയടിച്ചു. എന്തിനാണെന്നറിഞ്ഞൂടെ കൈയടിച്ചു. കാണാൻ സുഖനാണേ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. കർണൻ വന്ന് വില്ലെടുത്തപ്പോൾ പാഞ്ചാലി പറഞ്ഞു, നാഹം സൂതപുത്രം വരയാമി. പോടാന്ന, നീ വില്ല് വരച്ചാലും നിന്ന് ഞാൻ മരിക്കാൻ പോകുന്നില്ല. അതവരുടെ സ്വാതന്ത്ര്യം. വില്ല് കൊലയ്ക്കുമെന്നറിയാം, അതുകൊണ്ടാണ് മരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ കർണൻ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയിട്ട് വളരെ മനസ്താപത്തോടുകൂടി, നെഞ്ചുടിപ്പോടുകൂടി, അപമാന ഭാരം കൊണ്ട് കുനിഞ്ഞ തലയുമായി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോരും. ഈ പകയാണ് അദ്ദേഹം എവിടെ വെച്ച് തീർക്കുന്നത്? വസ്ത്രാക്ഷേപത്തിൽ വെച്ച് തീർക്കുന്നത്. ഈ നാഹം സൂതപുത്രം വരയാമി, സൂതപുത്രനെ ഞാൻ വരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പകയാണ് അദ്ദേഹം പിന്നീട് തീർക്കുന്നത്. അങ്ങനെ പാഞ്ചാലി പറഞ്ഞു. അപ്പോൾ പിന്നീടും വിളിച്ച് ചോദിക്കലായി, ഇനി ആരെങ്കിലും ഈ മത്സരത്തിൽ, ഈ വീര്യശുൽക്ക മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനി ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ആരും എഴുന്നേറ്റ് ചെല്ലുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിബന്ധന വയ്ക്കേണ്ടിയിരുന്നില്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നി. ആർക്ക്? പാഞ്ചാല രാജാവിനും തോന്നി, ദൃഷ്ടദ്യുമ്നനും തോന്നി. ഇങ്ങനൊരു നിബന്ധന വെച്ചത് അബദ്ധമായിപ്പോയി. ഇപ്പോൾ ആരെയും കിട്ടാതെ വന്നല്ലോ, വധുവിന്, സഹോദരിക്ക്, മകൾക്ക് വിവാഹം നടക്കാതെ വന്നല്ലോ എന്നുള്ള വ്യഥയായി.